ലാസ്റ്റ് മൊമെന്റ് വരെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു മെസ്സേജിലാണ് ഞാൻ നിന്നിരുന്നത്. അത്രയൊരു ഉറപ്പുണ്ടായിരുന്നില്ലേ? യു പ്രൊസീഡ് എന്ന മെസ്സേജ് ആയിരിക്കില്ലേ അത്തരത്തിൽ ഈ നീക്കങ്ങൾക്കൊക്കെ പിറകിലുണ്ടായിട്ടുണ്ടാവും? അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ലല്ലോ. ലക്ഷക്കണക്കിന് പോസ്റ്ററൊന്നും അച്ചടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലെ വാചകങ്ങൾ പക്ഷേ നല്ല ഭംഗിയുള്ളതായിരുന്നു. സർവം ദീപ്തം എന്നതായിരുന്നു. സർവം ദീപ്തമാണ്, പക്ഷെ സർവം മായ പോലെ ആയിപ്പോയി. ലത്തീൻ സഭ ഒരിക്കലും എനിക്കെതിരായിട്ടില്ല. ഇനിയും സഭയുടെ പേര് പറഞ്ഞ് എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തി താല്പര്യം മാത്രമാണ്. മറ്റൊരാൾക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോൾ അതിനെ വെട്ടാൻ നോക്കുന്നതും അധികാരമോഹം തന്നെയാണ്. മറ്റൊരാൾ വളർന്നു വരാൻ പാടില്ല. താൻ നിൽക്കുന്ന പ്രദേശത്ത് താൻ മാത്രം മതി. ചില വ്യക്തികൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ തൽപര കക്ഷികളെ എന്തെങ്കിലും ആക്കുന്നതിന് വേണ്ടിയൊക്കെ അത്തരം ശ്രമങ്ങളൊക്കെ നടത്തും. അങ്ങനെയൊക്കെ നടക്കാറുണ്ടല്ലോ. അതൊക്കെ എല്ലാ മേഖലയിലും ഉണ്ട്. അതൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. ഈ മേയർ സ്ഥാനത്ത് നിന്ന് താങ്കളെ അല്ലെങ്കിൽ താങ്കൾ വേണ്ട എന്ന് തീരുമാനിച്ചതിൽ എറണാകുളത്തെ ചില പ്രബല ശക്തികൾക്ക്, പാർട്ടിയിലെ തന്നെ ശക്തികൾക്ക് താല്പര്യമുണ്ടായിരുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളെ മാറ്റി നിർത്തി മറ്റൊരു കാര്യം വരുമ്പോൾ അതിനെന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? ഇതുവരെ ആരും ഒരു ന്യായീകരണം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. അത് ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ താല്പര്യമാവാം. ഈ പരിഗണിക്കപ്പെടുന്നത് പലപ്പോഴും പുരുഷ നേതാക്കന്മാരുടെ നോമിനികളാണെങ്കിൽ അതിനെ സംവരണത്തിൻ്റെ ഒരു മാനദണ്ഡത്തിൽ, അല്ലെങ്കിൽ അത് സംവരണമാണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പുരുഷ മേധാവിത്വം തന്നെ, ഒരു സംശയവുമില്ല. ബന്ധു ആയതുകൊണ്ട് മത്സരിച്ചു കൂടാ എന്നർത്ഥമില്ല. മക്കൾക്കോ ഭാര്യമാർക്കോ ഒക്കെ മത്സരിക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ സംഘടനാ പ്രവർത്തനം കൂടെ ചെയ്യാൻ തയ്യാറായിരിക്കണം. അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ളവർ അവർ തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് ശരിയായൊരു രീതിയല്ല. ഇരിക്കുന്നവർ, അല്ലെങ്കിൽ വളരെ വലിയ പദവിയിൽ ഇരുന്ന ആളുകൾ, അവർ ഒരിക്കലും പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. BJPയിൽ നിന്നായിരുന്നു ആ കോൾ ഏറ്റവും അവസാനം. ശക്തി കുറഞ്ഞ, അല്ലെങ്കിൽ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രമുഖരായിട്ട് നിൽക്കുന്ന ആളുകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകുമല്ലോ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ മഹാപ്രസ്ഥാനം വിട്ടുപോകാൻ ഒരു നിമിഷം പോലും എനിക്ക് തോന്നിയിട്ടില്ല. നമസ്കാരം. റിപ്പോർട്ടർ ഇലക്ഷൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. KPCC ജനറൽ സെക്രട്ടറിയും AICC അംഗവുമായ ദീപ്തി മേരി വർഗീസാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. സർവം ദീപ്തം എന്ന പോസ്റ്ററിൽ തട്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടം വരെയും പ്രതീക്ഷ വെച്ചിരുന്നതാണ് ദീപ്തി മേരി വർഗീസ് എന്ന പേര്. എറണാകുളത്ത് ഒരിടത്തും പരിഗണിക്കാതെ പോകുന്നു. ആ പോസ്റ്ററുകളെല്ലാം പാഴായി പോകുന്നു. അതിൻ്റെ മുൻപിൽ ഒരു വലിയ വിഷമത്തിൽ ആണോ? അത്തരത്തിലൊരു ചോദ്യത്തിൽ തുടങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? പോസ്റ്ററുകൾ എന്നുള്ള കാര്യത്തിലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്രാവശ്യം നമുക്ക് അതൊരു തയ്യാറെടുപ്പ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോസ്റ്ററുകൾ മുഴുവനൊന്നും ഞാൻ അച്ചടിച്ചിട്ടില്ല. ഇവിടെ ചില മാധ്യമങ്ങളിലൊക്കെ ഞാൻ പോസ്റ്റർ മുഴുവൻ അച്ചടിച്ചു എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് വരെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു മെസ്സേജിലാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ. 22 23 ദിവസമേ ഇപ്രാവശ്യം കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രാഥമികമായിട്ട് എടുക്കേണ്ട ചില തയ്യാറെടുപ്പുകളുണ്ട്. ആ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുക. അത് ഞാൻ മാത്രമല്ല, മറ്റു പലരും ചെയ്തിട്ടുണ്ട്, എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും. ഡിസൈൻ നേരത്തെ തയ്യാറാക്കും, എത്ര എണ്ണം അടിക്കണം എന്നുള്ള തീരുമാനിക്കും. ചിലപ്പം കുറച്ചൊരു 10,000 പോസ്റ്ററെങ്കിലും നമ്മൾ അടിക്കാൻ ഓർഡർ ചെയ്ത് വെക്കും. കാരണം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ദിവസം പ്രഖ്യാപിക്കുന്നില്ല. വീണ്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിലേ വരുന്നു, വീണ്ടും ചർച്ചകളിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ദിവസം കൂടെ ഡിലേ വന്നു. ആ ഒരു ദിവസത്തിലാണ് നമ്മളിതെല്ലാം ഓർഡർ കൊടുക്കുന്നത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്, കാരണം അവിടെ സിറ്റിംഗ് MLA ഉള്ള ഒരു സ്ഥലമാണ്, കൊച്ചി സിറ്റിംഗ് MLA ഉള്ള സ്ഥലമാണ്. അവർ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, പോസ്റ്ററുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രചരണം പുറകിലായി പോകരുത് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം നമ്മളൊരു പ്രാഥമിക വർക്ക് ചെയ്തു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് വേണ്ടി വന്നാൽ ഉപയോഗിക്കാം, വേണ്ടി വന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം എന്നതിൽ കവിഞ്ഞ് വേറെ കാര്യമൊന്നും അതിൻ്റെ അകത്തില്ല.
പക്ഷേ അത്രയൊരു ഉറപ്പുണ്ടായിരുന്നില്ലേ? യു പ്രൊസീഡ് എന്ന മെസ്സേജ് ആയിരിക്കില്ലേ അത്തരത്തിൽ ഈ നീക്കങ്ങൾക്കൊക്കെ പിറകിലുണ്ടായിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അങ്ങനൊരു അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ലല്ലോ. അങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, അത് അനൗൺസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കാം. അത് ശരിയാണ്, അനൗൺസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നോമിനേഷൻ കൊടുക്കാൻ 2-3 ദിവസം ബാക്കി, അതിൻ്റെ അകത്ത് 2 ദിവസം അവധിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ അഭ്യർത്ഥന ഉണ്ടാക്കണം, ഇതെല്ലാം ആദ്യവട്ടം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളെല്ലാം മുൻകൂട്ടി ചിന്തിക്കണമല്ലോ. അങ്ങനെ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ പലരും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ ലക്ഷക്കണക്കിന് പോസ്റ്ററൊന്നും അച്ചടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലെ വാചകങ്ങൾ പക്ഷേ നല്ല ഭംഗിയുള്ളതായിരുന്നു. സർവം ദീപ്തം എന്നതായിരുന്നു. സർവം ദീപ്തമാണ്, പക്ഷെ സർവം മായ പോലെ ആയിപ്പോയി. അതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഈ വോട്ടെടുപ്പിൻ്റെ കാര്യങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ് വരെ, തൊട്ട് തലേന്ന് വരെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ 50 പേര് എങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തയ്യാറാണ് എന്നതായിരുന്നു. പക്ഷേ പതിവില്ലാത്ത വിധം വലിയൊരു ഡിലേ വരികയാണ്. രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ, പുലർച്ചെ വരെ നീണ്ടു നിന്ന ചർച്ചകളാണെന്ന് പറയുന്നു. അതിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നു. അവർ അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും നേതാക്കൾക്കിടയിൽ അത്തരം ചർച്ചകൾ ഉണ്ടായി എന്ന് പറയുന്നു. ഇത്രയധികം സമയം നീണ്ടിട്ടുണ്ടാവുക വലിയൊരു പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ നീണ്ടുപോകേണ്ടുന്ന ഒരു പ്രതിസന്ധി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിരുന്നോ? സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ചകൾ ഉണ്ടാവുന്നതും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് മാറ്റുന്നതും, മതിലെഴുത്ത് വന്നിട്ട് മാറ്റുന്നതും, ഇതൊക്കെ സാധാരണ ഒരു സംഭവമല്ലേ. എനിക്ക് അതിൻ്റെ അകത്ത് ഒരു അസൗഭാഗ്യതയും തോന്നുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള ഒരു സംഘടന, ഇത്രയധികം നേതൃത്വ ബാഹുല്യമുള്ള, നല്ല മിടുക്കരായിട്ടുള്ള, മത്സരിക്കാൻ തയ്യാറുള്ള, ഞാൻ പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എടുത്താൽ അവിടെ കമ്പീറ്റൻ്റ് ആയിട്ട് മത്സരിക്കാൻ പറ്റുന്ന ഒരു 5, 8, 10 പേരുടെ പേരുകൾ നമുക്ക് പറയാനുണ്ടാകും. അങ്ങനത്തെ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ചർച്ച ചെയ്ത്, സത്യം പറഞ്ഞാൽ നേതാക്കന്മാരെ സമ്മതിച്ചു കൊടുക്കണം. അവർ ഇതിൻ്റെ അകത്ത് ആരെ വേണമെന്നുള്ള തീരുമാനം എടുക്കുന്നതിൽ വലിയ പ്രതിസന്ധി ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. അത്രയധികം കമ്പീറ്റൻസി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഡിലേ വരുന്നത്. അല്ലാതെ ഇപ്പോൾ 1-2 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരാളെ ഉള്ളൂ എങ്കിൽ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഒന്നിലധികം ആളുകളുണ്ട് ഈ പാർട്ടിയിൽ. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു പോസിറ്റീവാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് വേണമെന്ന് വയ്ക്കാൻ മറ്റു പല ഫാക്ടേഴ്സും നോക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും സമയമെടുക്കും. പിന്നെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചില ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് മാറുകയാണെങ്കിൽ അതിനോടനുബന്ധമായ പ്രദേശങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് അസ്വാഭാവികമായിട്ടൊന്നുമില്ല. ചർച്ചകൾ നീണ്ടുപോയി, ചിലപ്പം ഒരുപക്ഷെ വാഗ്വാദങ്ങളും ഉണ്ടാകും. വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നതിൽ എന്താണ് തെറ്റ്? ഞങ്ങൾ തമ്മിൽ വാഗ്വാദമുണ്ടായി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതിൻ്റെ അകത്ത് ഒരാൾക്കൊരു അഭിപ്രായം പറയുമ്പോൾ അടുത്ത നേതാവ് ചിലപ്പോൾ പറഞ്ഞു എന്നിരിക്കും, അതിനേക്കാൾ മികച്ചത് ഇതാണ്, കാരണം ഇന്നതാണെന്ന് പറയും. അപ്പോൾ അവിടെ ഒരു ചർച്ച നടക്കും. അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. ഈ വിന്നബിലിറ്റി മാത്രമാണ് ഇതിൽ പ്രധാന ഘടകം ഇത്തവണ പരിഗണിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദീപ്തി മേരി വർഗീസിന് എറണാകുളത്ത് ഒരുപാട് മണ്ഡലങ്ങളിൽ ഈ വിന്നബിലിറ്റി മാത്രമായിരുന്നെങ്കിൽ യോഗ്യത ഉണ്ടായിരുന്നില്ലേ? പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അതല്ല, സാമുദായിക സമവാക്യങ്ങളാകട്ടെ, മറ്റ് ഘടകങ്ങളാകട്ടെ, അതൊക്കെ തന്നെയും താങ്കൾക്ക് അനുകൂലമായിരുന്ന ഘടകങ്ങളായില്ലേ? അപ്പോൾ തീർത്തും അവഗണിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടോ? വിന്നബിലിറ്റി ആത്യന്തികമായിട്ട് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. പക്ഷേ ഒരു അസസ്മെൻറ്റ് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ പാർട്ടീസ് നടത്തും. അങ്ങനെ ഒരു അസസ്മെൻറ്റ് നടത്തിയാൽ ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് വിന്നബിലിറ്റി ഉണ്ട്. പക്ഷേ വിന്നബിലിറ്റി ഉള്ള എല്ലാ ആളുകളെയും മത്സരിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഒരു പ്രതിസന്ധി. അപ്പോൾ അതിൽ മറ്റ് ഘടകങ്ങളൊക്കെ വെച്ച് ഒരു തീരുമാനം അങ്ങ് എടുക്കും. അത് രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ വിന്നബിലിറ്റി ഉള്ള കുറച്ച് ആളുകൾ മാറി നിൽക്കേണ്ടി വരും. വിന്നബിലിറ്റി ഉള്ള മറ്റാരെങ്കിലുമൊക്കെ മത്സരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ കൊച്ചിയിലാണ് ഏറ്റവും അവസാനം പരിഗണിക്കപ്പെട്ടിരുന്നത്. നേരത്തെ തൃക്കാക്കരയിൽ താങ്കൾക്ക് ഇതുപോലെ വലിയ രീതിയിൽ പേര് കേട്ടിരുന്നതാണ്. ഒടുവിൽ കൊച്ചിയിലാണ് താങ്കളും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും തമ്മിലുള്ളൊരു പോരാട്ടം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അവസാന നിമിഷത്തെ ആ പേരുകൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നറുക്ക് വീഴുകയായിരുന്നു. അപ്പോഴും അവിടെ ഈ ഘടകങ്ങൾ പലതും നമ്മൾ പരിഗണിക്കുമ്പോൾ സഭയുടെ പിന്തുണ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ദീപ്തി മേരി വർഗീസിനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും അത്തരം കാര്യങ്ങൾ പരിഗണിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടായിരിക്കണം? അത് യഥാർത്ഥത്തിൽ ആദ്യം മറ്റൊരു സ്ഥലത്തായിരുന്നു ഷിയാസ് മത്സരിക്കുമെന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നതും. അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി ആയിരിക്കും ഫൈനലി വരിക എന്ന് നമ്മൾ കരുതി. ഇതൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. നമ്മളോ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ നേതൃത്വമോ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
പക്ഷേ അവിചാരിതമായിട്ട് ചില കാര്യങ്ങൾ വരും. ഒരാളെ ഒരു സ്ഥലത്തേക്ക് മത്സരിപ്പിക്കാൻ വിചാരിക്കുമ്പോൾ അവിടെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ അവിടുന്ന് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അയാളെ മറ്റൊരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാൾ പുറത്തായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി സഭയെപ്പറ്റി ചോദിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ വളരെ വ്യക്തമായി, വളരെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ലത്തീൻ സഭ ഒരിക്കലും എനിക്കെതിരായിട്ടില്ല. അത് മേയർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെങ്കിലും അതിന് ശേഷമാണെങ്കിലും സഭാ നേതാക്കന്മാരുമായോ അല്ലെങ്കിൽ പിതാക്കന്മാരായോ പിതാവായോട്ടൊക്കെ, പ്രത്യേകിച്ച് കൊച്ചി പിതാവും ബിഷപ്പ് ഹൗസും ഒക്കെ ആയി എനിക്ക് വളരെ വലിയ സ്നേഹബന്ധമാണുള്ളത്. അവരെന്നോടും അങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളും ഞാൻ കൗൺസിലറായിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ അച്ഛന്മാരും ഒക്കെ പല കാര്യങ്ങളും ആയിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് എന്നാലാവും വിധം ഞാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കൊച്ചി ബിഷപ്പ് ഹൗസുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളത്. അവർക്ക് എന്നോടും അത്തരത്തിലുള്ള സ്നേഹമാണുള്ളത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും സഭയുടെ പേര് പറഞ്ഞ് എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തി താല്പര്യം മാത്രമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴും ഈ ഘട്ടത്തിലും സഭയുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. താങ്കളുടെ പേരാണോ പറഞ്ഞിരുന്നത്? അല്ല, അങ്ങനെ പേര് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ അവർ ആരുടെയും പേര് ഇന്ന ആളെ വെക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്നോട് അവർക്ക് വളരെ കാര്യമായ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യരുത് നാളെ. അതിൻ്റെ അർത്ഥം എൻ്റെ പേരവർ പറഞ്ഞു എന്നുള്ളതല്ല. പക്ഷേ ഞാൻ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ അവരുടെ പിന്തുണ എനിക്കുണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. താങ്കൾ അല്ലെങ്കിൽ മറ്റൊരാൾ വരുമ്പോൾ ആ പിന്തുണ ഉറപ്പാക്കാൻ മുന്നിലുണ്ടാകുമോ? അല്ല, അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അതെനിക്ക് പറയാൻ ഞാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളല്ലല്ലോ. എൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. മറ്റൊരാളുടെ കാര്യം അത് നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. അതെനിക്കറിയില്ല. ഞാൻ അത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളും ഞാനല്ല. നമ്മൾ മേയർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസിനെ തന്നെയാണ് ഒന്നാം പേരായി പരിഗണിച്ചിരുന്നത്. പിന്നീടാണ് ഈ പറഞ്ഞതുപോലെ മറ്റു പേരുകൾ വരികയും അവസാന നിമിഷം തഴയപ്പെടുകയാണ്. അന്ന് താങ്കൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം KPCCയുടെ മാനദണ്ഡങ്ങൾ പോലും പാലിച്ചില്ല എന്നതാണ്. അന്നും അവഗണിക്കപ്പെട്ടു, ഇന്നും തഴയപ്പെടുകയാണ്. അപ്പോൾ തുടർച്ചയായി താങ്കൾ എന്തുകൊണ്ട് തഴയുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ? KPCCയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്, ശരിയാണ്. മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ അതിൽ നിന്നും വിഡ്രോ ചെയ്യാനും ഞാൻ തയ്യാറല്ല. പക്ഷേ അതിനുശേഷം പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആ തീരുമാനത്തോടൊപ്പമായിരുന്നു. അത് തീരുമാനത്തോടൊപ്പം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എല്ലാ പിന്തുണയും കൊടുത്തു തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എന്നേക്കാൾ വളരെ ജൂനിയേഴ്സായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തം, പാർട്ടി തന്ന ഉത്തരവാദിത്തം വെച്ച് നോക്കുകയാണെങ്കിലും എൻ്റെ ഇയേഴ്സ് ഓഫ് വർക്ക് വെച്ച് നോക്കുകയാണെങ്കിലും ഒക്കെ എന്നേക്കാൾ വളരെ വളരെ ജൂനിയേഴ്സായിട്ടുള്ള 2 പേരാണ് ആയിരിക്കുന്നത്. പക്ഷേ എന്ന് കരുതി എനിക്ക് അവരോട് വിരോധമോ അല്ലെങ്കിൽ അവരോട് അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും ഇതൊന്നുമില്ല. ഞാൻ അവരെ പിന്തുണച്ച് തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ പാർട്ടി തീരുമാനിച്ച മേയർ സ്ഥാനം കാൻഡിഡേറ്റ്സാണ് 2 പേരും. 2.5 വർഷം വെച്ച് അവരെ തീരുമാനിച്ചു. അതിന് എല്ലാ പിന്തുണയും ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് അവരോടുള്ള എന്തെങ്കിലും പ്രശ്നം എന്നുള്ളതല്ലല്ലോ, മറ്റൊരാൾ വരുന്നതിൽ പ്രശ്നമല്ലല്ലോ. താങ്കളെ എന്തുകൊണ്ട് തുടർച്ചയായി അവഗണിക്കുന്നു എന്നുള്ളതാണ്. അതിന് മറുപടി ഞാനല്ല പറയേണ്ടത്. തുടർച്ചയായി എന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളും പാർട്ടി തന്നിട്ടുണ്ടല്ലോ. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്നെപ്പോലുള്ള ഒരാൾക്ക്, എനിക്ക് പ്രത്യേകിച്ച് ഒരു കുടുംബ പാരമ്പര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമോ എൻ്റെ കുടുംബത്തിലില്ല. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് എൻ്റെ മാത്രം ഇഷ്ടം കൊണ്ടാണ്. എനിക്ക് ഈ സംഘടനയോടുള്ള വലിയ സ്പിരിറ്റ് കൊണ്ടാണ്. അത് കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ തന്നെ എനിക്ക് സംഘടനയോട് തോന്നിയ അദമ്യമായ ആവേശം കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അവഗണിച്ചു എന്നുള്ള പദമോ അല്ലെങ്കിൽ പാർട്ടി എന്നെ മാറ്റി നിർത്തി എന്നുള്ളതോ അതൊന്നും ഞാൻ അങ്ങനെയൊന്നും കരുതുന്നേയില്ല. ഉത്തരവാദിത്തം തന്നാൽ നമ്മൾ പ്രവർത്തിക്കുന്നു, ഇല്ലെങ്കിലും ഞാൻ പാർട്ടിയുടെ ഭാഗം തന്നെ ആയിരിക്കും. അതിനപ്പുറം ഒരർത്ഥത്തിലും ഞാൻ ചിന്തിക്കാൻ പോലും തയ്യാറല്ല. അപ്പോഴും വരുന്നൊരു ചോദ്യം, ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അത്തരത്തിലൊരു സീറ്റ് മോഹിച്ചാൽ അല്ലെങ്കിൽ സീറ്റ് ആഗ്രഹിച്ചാൽ, മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിലൊരു തെറ്റുണ്ടോ? ഈ അധികാരമോഹം എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് തള്ളിക്കളയേണ്ടതാണോ? താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തുടക്കം മുതൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയിൽ വളരെ സജീവമായി നിൽക്കുന്ന ആളാണ്. ഇപ്പോഴും സംഘടനയുടെ പദവികൾ വഹിക്കുന്ന ആളാണ്, മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ആളാണ്. അങ്ങനെയൊക്കെ പ്രവർത്തന തലത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ഒരു സീറ്റിൽ മത്സരിക്കണമെന്നും ഒരു MLA ആവണമെന്നും അല്ലെങ്കിൽ ഒരു മേയർ ആവണമെന്നും
ആഗ്രഹിച്ചാൽ അതൊരു തെറ്റുണ്ടോ? അധികാരമോഹം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പലരും ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അധികാരമോഹം എന്നതാണ് അതിൽ പ്രയോഗിക്കുന്ന പദം. എന്താ അധികാരമോഹം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ? അത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന, സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും അധികാരത്തിൽ എത്തണമെന്ന് താല്പര്യമുണ്ടാകും. അതിൻ്റെ കാരണം എന്താണ്? ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കാൻ കഴിയുക? അതിനൊരു പരിധിയുണ്ട്. നമുക്ക് ചിലപ്പോൾ അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ പറ്റും. ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നു, നമുക്ക് ചിലപ്പോൾ സമരം ചെയ്യാൻ പറ്റും. പക്ഷേ അത് അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ, അത് നടത്തിയെടുക്കണമെങ്കിൽ അധികാരമുണ്ടായാലേ നടക്കുകയുള്ളൂ. അപ്പോൾ രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഒരു പ്രാവശ്യം അവർക്കൊരു അധികാര സ്ഥാനത്തിരിക്കണം എന്ന് കരുതുന്നത് ഒരു അധികാരമോഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി വളരെ ആധികാരികമായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതേസമയം സംഘടനയിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വന്ന ഉടൻ തന്നെ അവർക്ക് ജനപ്രതിനിധിയാകാൻ കഴിയുന്നു. ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതിൻ്റെ അകത്ത് ജനപ്രതിനിധിയാകുന്നു, കാലങ്ങളോളം ജനപ്രതിനിധിയായിട്ടിരിക്കുന്നു, 3, 4, 5, 6 തവണ ജനപ്രതിനിധിയാകുന്നു. എന്നാലും മാറാൻ താല്പര്യമില്ലെങ്കിൽ അതിനെ അധികാരമോഹം എന്ന് പറയാം. അതുപോലെ തന്നെ അങ്ങനെ നിൽക്കുന്ന ആളുകൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോൾ അതിനെ വെട്ടാൻ നോക്കുന്നതും അധികാരമോഹം തന്നെയാണ്. മറ്റൊരാൾ വളർന്നു വരാൻ പാടില്ല. താൻ നിൽക്കുന്ന പ്രദേശത്ത് താൻ മാത്രം മതി. മറ്റൊരാൾ വളർന്നു വരാൻ പാടില്ല. വന്നാൽ അത് സംഘടനയിൽ ശക്തമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സംഘടനാ പാഠവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കി അവരെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും അധികാരമോഹം തന്നെ എന്ന് പറയേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള പ്രവണതയുണ്ടെങ്കിൽ അത് സംഘടനയ്ക്കും നല്ലതല്ല, നമ്മുടെ കേരള രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ മണ്ഡലത്തിലും നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ താങ്കളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ, പ്രത്യേകിച്ച് താങ്കളുടെ കാര്യത്തിൽ? പല വ്യക്തികളുണ്ടല്ലോ, നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പാർട്ടി എന്നൊരിക്കലും അതിനെ പറയാൻ പറ്റില്ല. സംഘടന ഒന്നടങ്കം എനിക്കെതിരായെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ സ്നേഹിക്കുന്ന എത്രയോ ആളുകൾ എൻ്റെ പാർട്ടിയിലുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് എൻ്റെ സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ചില വ്യക്തികൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ തൽപര കക്ഷികളെ എന്തെങ്കിലും ആക്കുന്നതിന് വേണ്ടിയൊക്കെ അത്തരം ശ്രമങ്ങളൊക്കെ നടത്തും. അങ്ങനെയൊക്കെ നടക്കാറുണ്ടല്ലോ. അതൊക്കെ എല്ലാ മേഖലയിലും ഉണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. അത്തരം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. നിരവധി തവണ അത്തരം സ്ട്രഗിൾസും അത്തരം ചലഞ്ചസും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ഈ സംഘടനയിൽ നിൽക്കുന്നത് ഇതെൻ്റെ സംഘടനയാണ് എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. താങ്കൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് മേയർ തെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് തന്നെ കേട്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ മേയർ സ്ഥാനത്ത് നിന്ന് താങ്കളെ, അല്ലെങ്കിൽ താങ്കൾ വേണ്ട എന്ന് തീരുമാനിച്ചതിൽ എറണാകുളത്തെ ചില പ്രബല ശക്തികൾക്ക്, പാർട്ടിയിലെ തന്നെ ശക്തികൾക്ക് താല്പര്യമുണ്ടായിരുന്നു താങ്കളെ മാറ്റി നിർത്തുന്നതിൽ. പ്രത്യേകിച്ച് മേയർ കാൻഡിഡേറ്റ്, ഇപ്പോഴത്തെ മേയർ എന്ന് പറയുന്നത് ചിലരുടെ നോമിനിയാണെന്നും അവർക്ക് വേണ്ടിയാണ്, അവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് താങ്കളെ വെട്ടിയൊതുക്കിയതെന്നൊക്കെയുള്ള കഥകളുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഒരു പരിധിവരെ നമ്മൾക്ക് ആലോചിക്കുമ്പോൾ ശരിയാണ് എന്നും തോന്നുന്നുണ്ട്, പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പോലും. അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ട്. ചില വ്യക്തി താല്പര്യങ്ങൾ ചിലർ കാണിച്ചിട്ടുണ്ടാവാം. അത് ഞാൻ എന്താണെന്നൊന്നും ഇപ്പം ഞാൻ പറയാൻ തയ്യാറാകുന്നില്ല. ചില താല്പര്യങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ അത്. ഇപ്പം ഞാനിതൊന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന, രാഷ്ട്രീയം നോക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയുമല്ലോ. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളെ മാറ്റി നിർത്തി മറ്റൊരു കാര്യം വരുമ്പോൾ അതിനെന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? ഇതുവരെ ആരും ഒരു ന്യായീകരണം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. അത് ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ താല്പര്യമാവാം. അത് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. ശരി, അത്തരം ചർച്ചകളൊക്കെ വന്നിരുന്നുകൊണ്ടാണ് നമുക്ക് വനിതകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ ഒരുപക്ഷെ 30% വനിതാ സംവരണം എന്നത് എല്ലായിടത്തും ഒരു പരിധിവരെ നടപ്പാക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകുമെന്ന് എല്ലാ നേതാക്കന്മാരും ഒരുപോലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് പറഞ്ഞതാണ്. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല എന്നിന്നിപ്പോൾ ശശി തരൂർ, മുതിർന്ന നേതാവ്, തന്നെ പറയുകയാണ്. വനിതകൾക്ക്, നമുക്ക് ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിക്കുമ്പോഴും അതാണ് തോന്നുന്നത്, വനിതകൾക്ക് വേണ്ടത്ര പരിഗണനയെ നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വനിതകൾക്ക് പ്രാതിനിധ്യമുണ്ട്, പക്ഷേ കുറേ കൂടെയൊക്കെ ആകാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വനിതാ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, വനിതാ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ആ വനിതയുടെ മെറിറ്റ് അനുസരിച്ച് വേണം പ്രാതിനിധ്യം കൊടുക്കാൻ. ഒരു സ്ത്രീ ഈ സംഘടനയിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്നു, പുരുഷനെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് സമരം നേരിടേണ്ടി വരും. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ എല്ലാ ആളുകളെയും പോലെ എനിക്ക് സമരങ്ങളിൽ പോകേണ്ടി വന്നിട്ടുണ്ട്, ലോക്കപ്പിൽ കിടന്നിട്ടുണ്ട്, കേസുകളുണ്ട്,
നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് സമയം, നമ്മുടെ കുടുംബം ഇതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ പലപ്പോഴും രാപ്പകലില്ലാതെ നമുക്ക് അധ്വാനിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നു, പുരുഷനെ പോലെ തന്നെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. നമ്പറിൽ ചിലപ്പോൾ കുറവായിരിക്കും അത്തരത്തിൽ പോകുന്ന, പ്രൊലോങ്ഡ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ നമ്പർ കൊണ്ട് ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ അത്തരത്തിലുള്ളവരുണ്ട്. അങ്ങനെ മെറിറ്റുള്ള ആളുകളെ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. അത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഈ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ വേണം പ്രൊമോട്ട്, അങ്ങനെയുള്ള ആളുകളെ പരിഗണിച്ചേ മതിയാകൂ. പക്ഷേ സംവരണമെന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ 33% സംവരണമുള്ളപ്പോഴും ഈ പരിഗണിക്കപ്പെടുന്നത് പലപ്പോഴും പുരുഷ നേതാക്കന്മാരുടെ നോമിനികളാണെങ്കിൽ അതിനെ സംവരണത്തിൻ്റെ ഒരു ഒരു മാനദണ്ഡത്തിൽ, അല്ലെങ്കിൽ അത് സംവരണമാണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്. പ്രവർത്തിക്കുന്ന സ്ത്രീകളെ, അധ്വാനിച്ച് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് സംവരണമുള്ളത്. അല്ലെങ്കിൽ ആ റെപ്രസെൻറ്റേഷൻ കൊടുക്കണം, സ്ത്രീകൾക്ക് ആ റെപ്രസെൻറ്റേഷൻ. ഞാൻ ഈ സംവരണം എന്ന വാക്ക് എനിക്ക് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, റിസർവേഷൻ അല്ല, സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷനാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിന് പകരം ഏതെങ്കിലും പുരുഷൻ്റെ ഒരു നോമിനിയെ ആക്കുകയാണെങ്കിൽ ഈ സംവരണത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട്, കൃത്യമായൊരു റിസൾട്ട് പുറത്തേക്ക് വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞു വന്നത് അർഹതയുള്ളവരെ തഴഞ്ഞുകൊണ്ട് തങ്ങളുടേതായ ആളുകളെ, തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ആരെങ്കിലും തിരികെ കയറ്റുക. സംവരണം ദുർവിനിയോഗം ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സംവരണം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള റിസൾട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ സംവരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് എത്തണം. പകരം ആരുടെയെങ്കിലും നോമിനിയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരെങ്കിലും ആകുന്നുണ്ടെങ്കിൽ ആ സംവരണത്തിൻ്റെ ശരിയായ ഒരു റിസൾട്ട് വരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. താങ്കളുടെ പാർട്ടിയിൽ അത്തരത്തിലൊരു പ്രവണതയുണ്ടോ? പലയിടങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. അതിനകത്ത് ഞാൻ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവണതയുണ്ട്. ഇപ്പോൾ BJPയിൽ ശോഭാ സുരേന്ദ്രൻ ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. CPMൻ്റെ അകത്ത് സിന്ധു ജോയ് ഇറങ്ങിപ്പോയി, അങ്ങനെ മറ്റു പലരും. ഇത് ഞാൻ പറയുന്നത് അതൊരു പ്രവണതയാണ്, അതൊരു എല്ലായിടത്തും ഉള്ളതാണ്, അതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമുള്ളതല്ല. അതിൻ്റെ അകത്ത് സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള, അതിന് സാമൂഹ്യ മാറ്റം ഉണ്ടാകേണ്ടതാണ് ആ കാര്യത്തിൽ. രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പുരുഷ മേധാവിത്വം തന്നെ, ഒരു സംശയവുമില്ല. ഒരു സ്ത്രീക്കും ഇതിൽ ഒരു പരിധി വിട്ട് വളരണമെന്നുണ്ടെങ്കിൽ അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അതിജീവിച്ച് വരാൻ എത്ര പേർ തയ്യാറാകുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എത്ര പേരാണ് ആ സ്ട്രഗിൾ സഹിച്ച് ഞാനിതിൽ നിൽക്കാം, എന്താണ് അതിൻ്റെ റിസൾട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം വരും. ഇനിയിപ്പോൾ ഒരു പുതിയ തലമുറയിൽപ്പെട്ട സ്ത്രീകളൊക്കെ ഇനി ഇതിൻ്റെ അകത്ത് അങ്ങനെ വരുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അധികാരത്തിന് വേണ്ടി മത്സരിക്കാൻ വേണ്ടി വരുമായിരിക്കാം, പക്ഷേ സംഘടനയിൽ പ്രവർത്തിക്കാൻ, സംഘടനയിൽ നിൽക്കാൻ, മത്സരിക്കാൻ കഴിയാത്തപ്പോഴും സംഘടനയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് അദമ്യമായ സംഘടനയോടുള്ള ഒരു താല്പര്യമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള എത്ര പേർ വരുമെന്നുള്ളത് അറിയില്ല. അത് സത്യത്തിൽ സ്ത്രീകളായ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള പോരാട്ടങ്ങൾ നയിക്കുന്നതിനൊപ്പം സംഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ടും ഇത്തരം പോരാട്ടങ്ങൾ നടത്തേണ്ടി വരികയാണോ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പൊതുവേ ഉള്ള ഒരു സ്ത്രീ വിഷയമാണ് സത്യം പറഞ്ഞ, ഒരു പൊളിറ്റിക്കൽ വിഷയമല്ല. പക്ഷേ പൊളിറ്റിക്സിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറയാൻ കാരണം, പൊളിറ്റിക്സ് മാതൃകാപരമായിരിക്കണം, രാഷ്ട്രീയം മാതൃകാപരമായിരിക്കണം. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെപ്പറ്റിയും പറയുമ്പോൾ അത് പറയുന്ന രാഷ്ട്രീയ സംഘടനകൾ യഥാർത്ഥത്തിൽ തങ്ങളുടെ സംഘടനയിൽ അതുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഞാൻ പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ പ്രശ്നമായിട്ട് ആരും കാണണ്ട, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരും ചിന്തിക്കണം. സ്ത്രീ സുരക്ഷ സ്വന്തം പ്രസ്ഥാനത്തിലില്ലാത്തതുകൊണ്ടാണല്ലോ DYFIക്കാർക്ക് പരാതി കൊടുക്കേണ്ടി വരുന്നത്. പരാതി പോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരവസ്ഥയാണ്. പരാതി പോലും തൻ്റെ പാർട്ടിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ദുര്യോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. CPMൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ദുര്യോഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഇത്തരത്തിൽ ഉള്ള പ്രവണതയുണ്ട്. അത് മാറ്റാൻ ബോധപൂർവം ശ്രമിക്കണം. പിന്നെ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന വ്യക്തി മാറ്റി നിർത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പേടിച്ചോടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിനെ നേരിടുക എന്നുള്ള, അതിനെ അതിജീവിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ, അത്തരം സ്ത്രീകൾക്ക് മാത്രമേ ഇതിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. പക്ഷേ പോരാടി മടുത്തു പോകുന്ന ഒരു ഘട്ടം വരില്ലേ? ഞാൻ അതിലൊരു സ്ത്രീകളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ചോദിക്കുകയാണ്, എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കുക? എപ്പോഴും ഈ പറഞ്ഞ പോലെ അവഗണിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയല്ലേ? പ്രത്യേകിച്ച് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് താങ്കൾ പറഞ്ഞതുപോലെ രാവും പകലും ഇല്ലാത്ത ജോലിയാണ്. അതല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ഫോൺ കോൾ വരാം. താങ്കളൊരു കൗൺസിലർ ആയിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അത്തരത്തിൽ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം മാറ്റി
പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അതൊരു മടുത്തു പോകുന്ന ഘട്ടം വരില്ലേ എന്നതാണ് ചോദ്യം. നമുക്കൊരു ജോലി മടുത്തു പോകുന്നത് നമുക്ക് അതിനോട് ഇഷ്ടം ഇല്ലാതാകുമ്പോഴാണ്. എന്നോട് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിലൊരു ഇഷ്ടമില്ലായ്മ ഇതുവരെ തോന്നിയിട്ടില്ല. ശരിയാണ്, നമുക്ക് സമയക്കുറവൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മളുടെ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ, കുടുംബത്തോടൊപ്പം നിൽക്കാൻ ഒക്കെ ചിലപ്പോൾ ചില ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളിൽ നമുക്ക് കുടുംബത്ത് ഇരിക്കാൻ പറ്റാത്ത സമയമുണ്ടാകും. അങ്ങനത്തെയൊക്കെ അവസരങ്ങളൊക്കെ വരും. പക്ഷേ എന്നാൽ 2 ദിവസം ഞാനിത് മാറിയിരിക്കാം, ഇനിയും ഞാൻ 2 ദിവസത്തേക്ക് ഒന്നും ചെയ്യാതെ ഞാൻ വീട്ടിലിരിക്കാം എന്ന് വിചാരിച്ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അത്രത്തോളം സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഈ സീറ്റ് നിഷേധിക്കപ്പെട്ട സമയത്ത് വന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ ചില വർത്തമാനങ്ങളൊക്കെ താങ്കൾക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് ക്ഷണമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് BJPയിൽ നിന്ന് അത്തരമൊരു കോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. താങ്കൾ എന്നെ ചിലയിടത്തത് നിഷേധിച്ചു കണ്ടു. പക്ഷേ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും താങ്കൾക്ക് CPMൽ നിന്ന് ഒരു ഓഫറുണ്ട്, അത്തരത്തിൽ നേരിട്ട് മുതിർന്ന നേതാക്കൾ തന്നെ വിളിച്ചു സംസാരിച്ചു എന്നൊക്കെയുള്ള താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ CPM, BJP അത്തരം ഓപ്ഷൻസൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇത്തരത്തിലൊരു അവഗണന നേരിടുമ്പോൾ സ്വാഭാവികമായും അത്തരം മേച്ചിൽപ്പുറങ്ങൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ നമ്മൾ കാണുന്നത് വിസ്മയങ്ങളാണ്. അത്തരം ഓപ്ഷൻസ് താങ്കളുടെ മുന്നിലുണ്ടോ? അത് ഇപ്പോൾ കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി കോൺഗ്രസ്സിലേക്ക് വന്നിരിക്കുന്നു, സുധാകരൻ കോൺഗ്രസ്സിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണല്ലോ. എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എത്രയോ പേരുകൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അത് പക്ഷേ അതൊക്കെ ഡിപ്പെൻസ് ഓൺ ആ വ്യക്തിയെ, അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഓരോരുത്തരും വിലയിരുത്തേണ്ട കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ശരിയാകണം എന്നില്ല. അവർക്ക് ചിലപ്പോൾ പാർട്ടി വിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും അവർക്ക് അഭികാമ്യമായി തോന്നിയിട്ടുള്ളത്. അത് അപ്പോൾ പിന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായിട്ടും ഒരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ആ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. അത് രാഷ്ട്രീയത്തിലുള്ളതാണല്ലോ. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത്തരം കാര്യങ്ങളൊക്കെ എനിക്കും നേരിട്ടിട്ടുണ്ട്, എനിക്കും വന്നിട്ടുണ്ട്. പക്ഷേ വിസ്മയമാകാൻ താങ്കളെ ആരെങ്കിലും ക്ഷണിച്ചിരുന്നു എന്താണ് എൻ്റെ ചോദ്യം. അത് ഇപ്പോൾ ക്ഷണിച്ചു എന്നുള്ളത് മാത്രം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് പലപ്പോഴും ഇപ്പം നമുക്കിപ്പോൾ രാഷ്ട്രീയ പാർട്ടി നോക്കിയല്ലല്ലോ എല്ലാവർക്കും എല്ലായിടത്തും സൗഹൃദങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സൗഹൃദമുള്ള ആളുകളെ വഴിയോ ഒക്കെ പലരും സംസാരിക്കുമല്ലോ. അതൊക്കെ എനിക്ക് മാത്രമായിട്ട് വന്ന ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ശക്തി കുറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ചിലപ്പോൾ ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രമുഖരായിട്ട് നിൽക്കുന്ന ആളുകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകുമല്ലോ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ മഹാപ്രസ്ഥാനം വിട്ടുപോകാൻ ഒരു നിമിഷം പോലും എനിക്ക് തോന്നിയിട്ടില്ല. BJPയിൽ നിന്നായിരുന്നു ആ കോൾ ഏറ്റവും അവസാനം? അല്ല, CPMലും ഈ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ദീപ്തിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ദീപ്തി വന്നാൽ കൊള്ളാം, എറണാകുളത്തെ ഒരു മുഖമാണ് എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട്. പലരും ആ രീതിയിൽ സംസാരിച്ചൊക്കെ കേട്ടിട്ടുമുണ്ട്. അത് ചിലപ്പോൾ സൗഹൃദത്തിൻ്റെ പുറത്തോ എന്തോ ആയിരിക്കാം. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് അതൊരു വലിയ വിവാദമായി, വലിയ രാഷ്ട്രീയ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരുന്നു. അപ്പോൾ അങ്ങനെയും ഒരു ഓപ്ഷൻ അപ്പുറത്തുണ്ട് എന്നത് ചിന്തിക്കാറുണ്ട്. അന്നത്തെ സംഭവത്തിലെ അന്ന് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടാണ് അന്നത് പറഞ്ഞത്. എനിക്കത് വീണ്ടും ആ സബ്ജക്റ്റ് എടുത്തിടാനുള്ളൊരു താല്പര്യമൊന്നുമില്ല. പക്ഷേ അത് അങ്ങനെ ഒരു ചർച്ചയുണ്ടായത് പോലും അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു കോള് വന്നപ്പോൾ തന്നെ ഞാനത് നിഷേധിച്ചതാണ്. ആ പറഞ്ഞ വ്യക്തി പലപ്പോഴും പല ചാനലിലും വന്നിരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ അങ്ങോട്ട് പോയി, ഞാൻ കാല് പിടിച്ചു, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് ശേഷം എത്രയോ നാൾ കഴിഞ്ഞു, എനിക്ക് അന്ന് തന്നെ അതാകാമായിരുന്നല്ലോ. അതൊക്കെ ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞത്. അത് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ വീണ്ടും അതെടുത്ത് പറയുക. അതുകൊണ്ട് എനിക്കത് അതിൻ്റെ അകത്ത് ഇനി വേറൊരു ചർച്ച, ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്തുകൊണ്ട് ഈ പാർട്ടി നിൽക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കത് പ്രത്യേകിച്ച് ഒരാളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്നെ എൻ്റെ പ്രസ്ഥാനത്തിൽ ഉള്ള നേതാക്കന്മാർക്കും അത് വളരെ വ്യക്തമായിട്ട് അറിയാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ അത്തരത്തിലൊരു കോൺസ്പിറസി എന്ന വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകളെ അല്ലെങ്കിൽ അർഹതയുള്ള ആളുകളെ
വെട്ടിനിരത്തുന്നതിന് വേണ്ടി, അതൊരു CPM ടേം ആണെന്ന് തോന്നുന്നു, എങ്കിൽ പോലും അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുന്ന ആളുകളുണ്ട് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? കാരണം പ്രത്യേകിച്ച് ഒരു ക്രൂഷ്യലായ ഇലക്ഷനാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും അധികാരം തിരിച്ചു പിടിക്കുക എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ പറയുന്നു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നു, വിന്നബിലിറ്റിയാണ് പ്രധാന മാനദണ്ഡം എന്ന് പറയുന്നു. അതൊക്കെയും മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ചില കോൺസ്പിറസികൾ നടക്കുകയാണ്, ചിലരെയൊക്കെയെങ്കിലും മാറ്റി നിർത്തുന്നതിന് വേണ്ടി. അതിൻ്റെ ഫലമായി നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്? സാധാരണ തെരഞ്ഞെടുപ്പുകൾക്കപ്പുറം ഒരുപാട് മാറ്റങ്ങൾ, മറിച്ചിലുകൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ KSU സംസ്ഥാന അധ്യക്ഷൻ പോലും രാജിവെക്കണം എന്ന് പറയുന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തുന്നു. ശരി, അതിന് അർഹതയുണ്ടോ ഇല്ലയോ എന്നതൊക്കെ രണ്ടാമത്തെ ചോദ്യങ്ങളാകുമ്പോൾ പോലും അത്തരത്തിലൊരു കോൺസ്പിറസി ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് നല്ലതാണോ? അത് കോൺസ്പിറസി ഉണ്ടാകുമല്ലോ, ഇത് രാഷ്ട്രീയമല്ലേ, അത്തരം കോൺസ്പിറസികൾ ഉണ്ടാകും. അതിനകത്ത് എന്താ തെറ്റുള്ളത്? ആളുകൾ ഇത് ജയിക്കുക എന്നുള്ളതാണല്ലോ. ഇതൊരു വലിയ യുദ്ധം നടക്കുകയാണ്, എല്ലാവർക്കും ക്രൂഷ്യലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്, CPMനെ സംബന്ധിച്ച് അവർ തിരിച്ചു വരുമെന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. കോൺഗ്രസ് തീർച്ചയായിട്ടും ഇത് തിരിച്ചു പിടിക്കും, UDF ഇത് തിരിച്ചു പിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ അതൊരു മഹായുദ്ധത്തിൽ പലതരത്തിലുള്ള കോൺസ്പിറസികൾ ഉണ്ടാകും, അത് നേരിടേണ്ടതായിട്ട് വരും. അതിനകത്ത് ശരിയും തെറ്റുകളും ഒക്കെ ഉണ്ടാകും, വ്യാജ പ്രചരണങ്ങളും ഉണ്ടാകും. ഞാൻ ഇത് പറഞ്ഞപ്പോൾ, പാർട്ടി മാറുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സംഭവം. ഞാൻ മഹാരാജി പഠിക്കുന്ന സമയത്ത് അവിടെ KSU ഒന്നില്ല, വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ KSUവിൻ്റെ കൊടി പോലും കുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അന്ന് SFIയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് തന്ന ഓഫർ, ചെയർമാൻ ആക്കാം, SFIയിൽ വരൂ, ചെയർമാൻ ആക്കാം, ഇതിൽ നിന്ന് ഒരു ലേഡി റെപ്രസെൻറ്റേറ്റീവായിട്ട് പോലും നിങ്ങൾ ജയിക്കില്ല, അതാണ് സത്യം, ജയിക്കില്ല. അന്ന് 16 വയസ്സുള്ളപ്പോൾ എനിക്കത് വേണ്ട എന്ന് പറയാൻ പറ്റി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒരു വിസ്മയമാകാൻ ദീപ്തി മേരി വർഗീസില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഈ ഗ്രൂപ്പുകൾ ഇല്ല നിലവിൽ, പണ്ടത്തെ അത്ര ഇല്ല. കഴിഞ്ഞ ദിവസം ശ്രീ AK ആൻ്റണി പറയുകയായിരുന്നു, ഇതിലപ്പുറം പൊട്ടിത്തെറികൾ നടന്നിട്ടുള്ള പാർട്ടിയാണെന്ന് അദ്ദേഹം തമാശ രൂപേണ പറയുകയായിരുന്നു. പക്ഷേ കാലം മാറിയിട്ടും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കനുസരിച്ച് വീതം വെക്കുന്നതാണ് നമ്മൾ പിന്നെയും പിന്നെയും കാണുന്നത്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പഴയതുപോലുള്ള ഒരു ഗ്രൂപ്പ് സമവാക്യമൊന്നും ഇതിൻ്റെ അകത്തില്ല ഇപ്പോൾ. പിന്നെ ഓരോ നേതാക്കന്മാരോടും താല്പര്യമുള്ള ആളുകളുണ്ടാവുമല്ലോ, അവർ അതിനെ എന്ത് വേണമെങ്കിലും പറയാം, ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം, മറ്റെന്തെങ്കിലും പേര് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം, അതെല്ലാ പാർട്ടിയിലും ഇല്ലേ. ഇപ്പോൾ പിണറായിയോട് താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ, പണ്ട് VSനോടും പിണറായിയോടും താല്പര്യമുള്ള എത്രയോ വലിയ വെട്ടിനിരത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി, പാർട്ടിക്കുള്ളിൽ തന്നെ നടത്തി. അപ്പോൾ അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകും, അതൊരു സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്നതിലപ്പുറം എനിക്കൊന്നും അതിനെപ്പറ്റി പറയാനില്ല. അതൊരു ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയം അങ്ങനെ വലിയ പ്രതിസന്ധിയായി എന്നൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. വളരെ കൊള്ളാവുന്ന കുറേ സ്ഥാനാർത്ഥികളാണ് നമുക്ക് വന്നിരിക്കുന്നത്, അവരെല്ലാം വിജയസാധ്യതയുള്ളവരാണ്. എന്ന് മാത്രമല്ല ഇപ്രാവശ്യം വലിയൊരു ഭൂരിപക്ഷത്തിൽ UDF തിരിച്ചു വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. ഇതിൽ ഇപ്രാവശ്യം ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഇതിലുമധികം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ UDFനുണ്ടായ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, തീർച്ചയായും ഭരണം തിരിച്ചു പിടിക്കുക എന്നത്. 10 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം. 10 വർഷം അധികാരമില്ലാതിരുന്ന UDF ഭരണം തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പായ ഒരു സമയത്ത് ഇത്ര പാർട്ടിക്കകത്ത് തന്നെ, അതായത് ഒരു സ്ഥാനാർത്ഥി നിർണയം എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പാർട്ടി എങ്ങനെ അധികാരത്തിൽ വന്നാൽ ശരിയാകും എന്ന രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എഡ്ജ് അത് ഉണ്ടായിരുന്നത് നഷ്ടമായി എന്ന് കരുതുന്നുണ്ടോ? ഇതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് സമയമെടുത്ത ഇതിനു മുമ്പും സമയങ്ങളുണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മളൊരു ഹിസ്റ്ററി എടുത്തു നോക്കൂ, UDF ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഉള്ളപ്പോഴും, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പ്രയാസമുള്ളപ്പോഴും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഭരണത്തിൽ വന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കരുണാകരൻ്റെയോ ഉമ്മൻചാണ്ടിയുടെയൊക്കെ സമയത്തുണ്ടായിരുന്ന ആ ഒരു വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും CPMൻ്റെ ഏത് മന്ത്രിസഭയ്ക്കാണ് അവകാശപ്പെടാനുള്ളത്? കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം എത്ര പുറകോട്ട് പോയി? വികസനത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോയി, ക്ഷേമ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോയി, ആരോഗ്യരംഗം താറുമാറായില്ലേ? നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ആരോഗ്യരംഗം ഒന്നുമല്ലാത്ത അവസ്ഥയിൽ, അവിടെ സാധാരണക്കാരന് കയറാൻ കഴിയാത്ത ആശുപത്രികൾ, അത്തരം മെഡിക്കൽ കോളേജുകൾ, അത്തരം അവസ്ഥയിലേക്ക് പോയല്ലോ. സാമ്പത്തികമായി തകർന്നില്ലേ? ആഭ്യന്തര വകുപ്പ് തകർന്നില്ലേ? ഇവിടെ സ്വന്തം ഏറ്റവും അധികം അഭിമാനത്തോടെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറഞ്ഞിരുന്ന
പല അവരുടെ ആശയങ്ങളും അവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങളുമൊക്കെ ഇല്ലാതായിരിക്കുന്ന ഒരു 10 വർഷക്കാലമല്ലേ നമ്മൾ കണ്ടത്. ഏകാധിപത്യത്തിലേക്ക് അവർ പോയില്ലേ. സാധാരണ ഈ പ്രളയം വന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വയനാട് വയനാട് ഇപ്പോൾ വയനാട് വിഷയം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഇത്തരം വിഷയങ്ങളിലൊന്നും തന്നെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് അതിന് പരിഹാരം കാണാൻ കഴിയാത്ത 10 വർഷക്കാലമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വളരെ ബുദ്ധിയോടെ ഒരു തീരുമാനമെടുക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഇതിലിപ്പോൾ നമ്മൾ തളിപ്പറമ്പിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥി വന്നു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും മഹിളാ അസോസിയേഷൻ നേതാവുമായിട്ടുള്ള PK ശ്യാമളയാണ് സ്ഥാനാർത്ഥിയായത്. ആ സമയത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ വിമർശനം ഉയർത്തുന്നുണ്ട്. ഇപ്പോഴും അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന അത്തരത്തിലൊരു ബന്ധുത്വത്തിൽ ലഭിച്ച സീറ്റാണത് PK ശ്യാമളയ്ക്ക് എന്നാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. അപ്പോൾ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ പലയിടത്തും കോൺഗ്രസിൻ്റെ പൊതുവിലുള്ളൊരു ശീലമാണ്, നമ്മൾ പല ഉപതെരഞ്ഞെടുപ്പുകളും നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അത്തരത്തിൽ ബന്ധുക്കളെ സ്ഥാനാർത്ഥികളാക്കി വിജയം സ്വന്തമാക്കുക എന്നുള്ളതാണ്. അപ്പോഴും അവിടെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഷുവറായി ജയിക്കാവുന്ന സീറ്റുകളിൽ പോലും അത്തരത്തിൽ ആളുകളെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പണ്ടൊക്കെ ശരി, കരുണാകരൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് കഥകൾ അല്ലെങ്കിൽ അത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് മാറിയില്ലേ. പ്രവർത്തിച്ചു വരുന്നവർക്കൊരു സ്ഥാനം നൽകുക എന്നതിൽ നിന്ന് പിറകോട്ട് പോവുകയല്ലേ പലപ്പോഴും ചെയ്യുന്നത്. ബന്ധു ആയതുകൊണ്ട് മത്സരിച്ചു കൂടാ എന്നർത്ഥമില്ല. മക്കൾക്കോ ഭാര്യമാർക്കോ ഒക്കെ മത്സരിക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ സംഘടനാ പ്രവർത്തനം കൂടെ ചെയ്യാൻ തയ്യാറായിരിക്കണം. അവർ സംഘടനാ രംഗത്ത് നിന്നവരായിരിക്കണം. അല്ലെങ്കിൽ വന്നതിന് ശേഷമാണെങ്കിലും അത്തരത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അല്ലാതെ മത്സരിക്കാൻ വേണ്ടി മാത്രം വരികയാണെങ്കിൽ അത് ശരിയായ ഒരു രീതിയല്ല. ചിലയിടങ്ങളിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് തവണ ഇത്തരത്തിൽ അധികാരത്തിലെത്തുന്നവർ ചിലപ്പോൾ MLA ആകാം, MP ആവാം, എന്തോ ആയിക്കൊള്ളട്ടെ, എങ്കിലും ആ കസേരയിൽ നിന്ന് മാറാൻ തയ്യാറല്ലാത്ത പലരും ഉണ്ടാവാറുണ്ട്. അത്തരം ആവശ്യങ്ങൾ ഉയരുമ്പോൾ പോലും അതിനെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ നമ്മൾ K. സുധാകരൻ്റെ വിഷയം, അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നു. അന്ന് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഓഫർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പാർട്ടി കാര്യമാണ്, നമുക്ക് ആർക്കും അറിയില്ല. അദ്ദേഹം MP ആയി തുടരുകയാണ്. MP-മാരും മത്സരിക്കേണ്ട എന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമ്പോഴും അവസാന നിമിഷം വരെ അദ്ദേഹം സമ്മർദ്ദത്തിൽപ്പെടുത്തുകയാണ്, പാർട്ടിയെ സമ്മർദ്ദത്തിൽ നിർത്തുകയാണ്, എനിക്ക് സീറ്റ് വേണമെന്ന് വാശി പിടിക്കുകയാണ്. അത്തരം പ്രവണതകളൊക്കെ നല്ലതാണോ? ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ അത്തരം സമ്മർദ്ദങ്ങൾ ശരിയല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം ഈ പാർട്ടിയെ കൊണ്ട് ഗുണഭോക്താവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് MP-യോ MLA-യോ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ളവർ, അവർ തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് ശരിയായൊരു രീതിയല്ല. ഇരിക്കുന്നവർ അല്ലെങ്കിൽ വളരെ വലിയ പദവിയിൽ ഇരുന്ന ആളുകൾ, അവർ ഒരിക്കലും പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി കൊച്ചി വിഷയം, കൊച്ചി തന്നെ നമുക്ക് മണ്ഡലത്തിലേക്ക് വരണം. അതൊരു ഷുവർ സീറ്റൊന്നും ആയിരുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല അത്ര പെട്ടെന്ന് ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലമായിരുന്നില്ല. പക്ഷേ അവിടെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാമായിരുന്നു. ചിലപ്പോൾ അത് കോൺഗ്രസിന് കിട്ടുകയും ചെയ്യുമായിരുന്നു. ഒരു ഭരണവിരുദ്ധ വികാരം വരികയാണെങ്കിൽ അല്ലെങ്കിൽ പല ഘടകങ്ങൾ, അത്തരം ഘടകങ്ങളൊക്കെ വരികയാണെങ്കിൽ കൊച്ചി തിരിച്ചു പിടിക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നല്ലോ താങ്കൾക്കായാലും. അതുകൊണ്ടായിരിക്കുമല്ലോ മത്സരിക്കാൻ സന്നദ്ധയായതും. പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ അത്ര ഈസി വാക്ക് ഓവർ ആണോ അവിടെ കൊച്ചി തിരിച്ചു പിടിക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ സന്നദ്ധയായി എന്നുള്ളതല്ല. കൊച്ചി തിരിച്ചു പിടിക്കും എന്ന് 100% എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിപ്പോഴും ആ ഉറപ്പ് എനിക്കുണ്ട്. അത് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും എന്നെ സംബന്ധിച്ച് എന്നോട് കൊച്ചി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നിരവധി ഫാക്ടേഴ്സ് നോക്കുമ്പോൾ, പിന്നെ കൊച്ചി കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ് കേട്ടോ. അത് അങ്ങനെ അതൊരു തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു മണ്ഡലമൊന്നുമല്ല. കൊച്ചി UDF-ൻ്റെ കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്. ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. പല പല കാരണങ്ങൾ കൊണ്ട് കൈവിട്ടുപോയി കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട്. പക്ഷേ അത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പ്രചാരണ രംഗത്ത് ഏതായാലും ദീപ്തി മേരി വർഗീസ് മുന്നിൽ തന്നെ ഉണ്ടല്ലേ? ഉണ്ട്. അതിപ്പോൾ ഒരു സ്ഥലത്ത് ഇനിയിപ്പം നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പല പല ചാർജുകളാണ് ഉള്ളത്. അതിൻ്റെ അകത്തെല്ലാം പോകേണ്ടി വരും. ഞാൻ വിളിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും പോകും. കേരളത്തിൻ്റെ ഏത് ഭാഗത്തും എന്നെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഒക്കെ ഞാൻ പോകാറുണ്ട്. അത്തരത്തിൽ ഇപ്രാവശ്യവും പോകും. ഏറ്റവും ഒടുവിലായി ഇന്നിപ്പോൾ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത്, അധികാരത്തിലെത്തുമ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ അവഗണിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായൊരു സ്ഥാനം ഞങ്ങൾ നൽകുമെന്നതാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത്തരത്തിലുള്ളവരെ ഹൃദയത്തിൽ ഞങ്ങൾ ചേർത്ത്
പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചില ഉറപ്പുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുന്നവർക്ക് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ചില ഉറപ്പുകൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് അങ്ങനെ ഒരു ഉറപ്പ് എന്തെങ്കിലും ലഭിച്ചോ? എന്നെ പാർട്ടി അവഗണിച്ചു എന്ന് എനിക്കറിയില്ല. എന്നെ അവഗണിച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവഗണന എന്നുള്ള വാക്ക് തന്നെ എനിക്കത് അക്സെപ്റ്റബിൾ അല്ല. ഞാൻ പാർട്ടിയുടെ ഒരു ഭാഗമാണ്. ഞാൻ പാർട്ടിയുടെ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാളാണ്. ചേർത്ത് പിടിക്കും ഇനിയും എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഓൾറെഡി ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ തയ്യാറാണ്. ഞാൻ KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എന്നോടൊപ്പം നിൽക്കുന്നവരെയും എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കാൻ തയ്യാറാണ്. എല്ലാവരും പരസ്പരം സഹകരണത്തോടെ നിൽക്കുന്ന ഒരു സംഘടനയായിട്ടാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നേതൃത്വം പറഞ്ഞ ആ വാക്കുകളെല്ലാം പൂർണ്ണമായിട്ട് അക്സെപ്റ്റബിൾ ആണ്. അങ്ങനെ ആർക്കെങ്കിലും അവഗണിക്കപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ ചേർത്ത് പിടിക്കണം. അല്ലാതെ പലരാളുകളും നമ്മളിപ്പോൾ പരസ്യ പ്രതികരണങ്ങളുമായി വരുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. എന്നെ സംബന്ധിച്ച് എന്നെ ചേർത്ത് പിടിച്ചാലും ചേർത്ത് പിടിച്ചില്ലെങ്കിലും ഒക്കെ ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. അത് എനിക്ക് എന്തെങ്കിലും അവസരം തന്നാൽ ഞാനത് എനിക്ക് കഴിയുന്ന പോലെ വിനിയോഗിക്കും എന്നതിലപ്പുറം എനിക്ക് ഇത് കിട്ടിയില്ല അതുകൊണ്ട് എനിക്കത് തരണം എന്ന് പറഞ്ഞൊരു ബാർഗെയിനിങ്ങിനൊന്നും നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എല്ലാ കാലവും ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗമായി തന്നെ നിൽക്കും. ഒരു ചോദ്യം കൂടി, താങ്കൾ അന്ന് ഉയർത്തിയ പരാതി മേയർ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതിരുന്നപ്പോൾ താങ്കൾ ഉയർത്തിയ പരാതി KPCC മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നാണ്. അതെനിക്ക് തോന്നുന്നു പരാതിയായിട്ട് തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ നടപടികളോ ഉണ്ടായോ? ഞാൻ പരാതി കൊടുത്തു എന്നുള്ളതല്ല അതിൻ്റെ അകത്ത്. KPCCക്ക് തന്നെ അറിയാം. ഞാനും KPCയുടെ ഭാഗമാണല്ലോ. KPC പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർക്കറിയാം അതിൻ്റെ അകത്ത് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് എൻ്റെ പരാതിയല്ല. അപ്പോൾ അത് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നുള്ളത് നേതൃത്വം തീരുമാനിക്കണം. പക്ഷേ പിന്നീട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്കിലേക്ക് വീണ്ടും നമ്മൾ വന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് തീരുമാനിക്കട്ടെ. അത് ഇപ്പോൾ അത് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമല്ലല്ലോ. തീർച്ചയായും UDF തിരിച്ച് അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് താങ്കൾ ഈ ഘട്ടത്തിലും കരുതുന്നത്. അപ്പോൾ എത്ര സീറ്റ് നേടും? 100+ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിൽ കരുതുന്ന ഒരു നമ്പർ. അത് തന്നെ കിട്ടും. അതിലപ്പുറവും കിട്ടട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ വീണ്ടും താങ്കളെ ഈ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കും എന്ന് തന്നെയാണോ കരുതുന്നത്? ഹൃദയത്തിൽ എല്ലാവരും പരസ്പരം ഹൃദയത്തിൽ ചേർത്ത് പിടിക്കേണ്ടവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൻ്റെ അകത്തൊരു പ്രത്യേകമായിട്ട് ഇതൊരു വ്യക്തിയല്ലല്ലോ, ഇത് വലിയ പ്രസ്ഥാനമല്ലേ. അപ്പോൾ പ്രസ്ഥാനത്തിന് ഓരോ സമയത്തും അനുയോജ്യമായ രീതിയിൽ ഉചിതമായ രീതിയിൽ ആരെയൊക്കെയാണ് എവിടെയൊക്കെയാണ് അക്കമഡേറ്റ് ചെയ്യേണ്ടത്, പാർട്ടിയിലൊക്കെ അക്കമഡേറ്റ് ചെയ്യേണ്ടവരെ അവിടെ അക്കമഡേറ്റ് ചെയ്യുക. ഈ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെ മാത്രമേ പാർട്ടി പ്രവർത്തനത്തിന് നിർത്താൻ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ശക്തമായി സംഘടനാ പ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരു ആളാണ്. എന്നെ സംഘടനാ പ്രവർത്തനത്തിൽ അതുകൊണ്ടായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനപ്രതിനിധിയാകാൻ കഴിയാത്ത ഒരാളും അല്ല. അതുകൊണ്ട് അത്തരത്തിലൊരു ഉത്തരവാദിത്തം എന്തെങ്കിലും വന്നാൽ അത് ചെയ്യും, ഇതാണെങ്കിൽ ഇത് ചെയ്യും. അതിനപ്പുറം അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഈ ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലാണ് എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകർ. അതിനപ്പുറം നമ്മൾ ഒറ്റയ്ക്കാവുന്നൊരു സമയമുണ്ടല്ലോ. ഇത്തരം വിഷമങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ താങ്കൾ ഓവർകം ചെയ്യാറുള്ളത്? ഈ വിഷമങ്ങൾ എന്ന് പറയാൻ അങ്ങനെ ഒരു വിഷമിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമൊന്നും എനിക്കില്ല. പിന്നെ സ്ട്രെസ് എങ്ങനെ ഫ്രീ ആകുമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ, സ്ട്രെസ് ഫ്രീ ആവാൻ എനിക്ക് ഏറ്റവും നല്ല മാർഗമായി തോന്നിയിട്ടുള്ളത് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എൻഗേജ്ഡ് ആകുക എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ എന്നെ നമ്മുടെ ഒരു രാഷ്ട്രീയ പരിപാടിക്ക്, സംഘടനയുടെ പരിപാടിക്ക് വിളിക്കുകയും അവിടെ പോയി ആളുകളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ അവരോടൊന്ന് പ്രസംഗിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ സ്ട്രെസ് ഫ്രീ ആകാറുണ്ട്. അത് ഞാൻ അത്രത്തോളം അതിനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ ഒരു വിഷമിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമൊന്നും എനിക്കില്ല. അപ്പോൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനാകട്ടെ. താങ്ക് യു. വളരെയധികം നന്ദി. ശ്രീ ദീപ്തി മേരി വർഗീസ്, AICC അംഗം, KPCC ജനറൽ സെക്രട്ടറിയാണ് പോഡ്കാസ്റ്റിൽ ചേർന്നത്.